ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നടന്നു വരുന്ന നമ്മുടെ ബുക്ക് റിവ്യൂ, അതായത് ഫേമസ് ആയിട്ടുള്ള ചില മോട്ടിവേഷൻ ബുക്സുകളുടെ പരിചയപ്പെടുത്തലും അതിൻ്റെ ഒരു വിവരമാണ് നമുക്ക് ഇതിനകത്തുള്ളത്. ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഈ തിരക്ക് പിടിച്ച സമയത്തിനിടയിൽ നമ്മളെ ഫോളോ ചെയ്യുന്ന മുഴുവൻ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളുന്നു. നിങ്ങളെല്ലാവരെയും ആദ്യമായി ഈ സൂം പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ സെഷൻ നയിക്കുവാനായിട്ട് നമ്മുടെ പ്രിയങ്കരനായ രമേശൻ മാഷയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വെൽക്കം രമേശൻ മാഷ്. ഓക്കെ, താങ്ക് യു സുമേഷ്. അപ്പോൾ എല്ലാ വ്യാഴാഴ്ചയുള്ള ഈ പുസ്തക സമ്പാദനത്തിലേക്ക് സ്വാഗതം. പുതുതായി വന്ന ആൾക്കാരുണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒരു മിനിറ്റ്. നമ്മൾ ലോക പ്രശസ്തമായ ജീവിതത്തിൽ വൻ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന പുസ്തകങ്ങളെ കുറിച്ചുള്ള ഒരു റിവ്യൂവും അതോടൊപ്പം തന്നെ ഒരു ട്രെയിനിങ് പോലെ കൂടുതൽ ഇൻഫർമേഷൻ തരുന്ന ഒരു പ്രോഗ്രാമാണ്. ഇപ്പോൾ നമ്മൾ മാജിക് ഓഫ് തിങ്കിങ് ബിഗ് എന്ന പുസ്തകം ഡാഷ് വാട്സിന്റെ ചെയ്തു, അതിനുശേഷം തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് നെപ്പോളിയൻ ഹിൽ കഴിഞ്ഞു. ഇനി നമ്മൾ ഇത്തവണ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഇക്കിഗായാണ്. ഒരുപക്ഷെ ആദ്യമായി കേൾക്കുന്നവർക്ക് വേണ്ടി ഒരു ആമുഖമായി കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. ഇക്കിഗായ് എന്ന് പറയുന്നത് ജപ്പാനിലെ ഒക്കിനാവൻ ദ്വീപുകളിലെ ആൾക്കാരെ പഠിച്ചുകൊണ്ട് ഹെക്ടർ ഗാർഷിയും ഫ്രാൻസിസ് മിറലേസും കൂടെ എഴുതിയ ഒരു പുസ്തകമാണ്. ഇതൊരു നോവലൊന്നുമല്ല, ഒരു കഥയല്ല, ഇതൊരു ജീവിത യാഥാർത്ഥ്യങ്ങളുടെ ഒരു എന്താ പറയാ, നമ്മൾ പറയല്ലേ ഇങ്ങനെ ചീന്തി പറിച്ചെടുത്തതാണ് ഈ കഥ എന്ന് പണ്ട് സാംബശിവൻ പറയുന്ന പോലെ. അങ്ങനെയുള്ളൊരു അനുഭവ സാക്ഷ്യങ്ങളാണ് ഇവ. ഈ പുസ്തകത്തോടുള്ള എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അടുപ്പം എന്താണെന്ന് വെച്ചാൽ, വർഷങ്ങൾക്ക് മുമ്പേ ചില ട്രെയിനിങ് എടുക്കാൻ വേണ്ടി പല പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ കയ്യിൽ വന്ന പുസ്തകമാണ് ഇക്കിഗായ്. വർഷങ്ങൾക്ക് മുമ്പായി. അന്ന് ഇതിന് ഇത്ര ഗൗരവത്തോടൊന്നും ഞാൻ കണ്ടിരുന്നില്ല. ട്രെയിനേഴ്സ് ആസ്പെക്റ്റിൽ മാത്രമേ കണ്ടു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഈ പുസ്തകം ഏതൊരാളും പഠിക്കേണ്ടതാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ ആലോചിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പലപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചൊരു ചോദ്യമാണ്, എന്തിനാ ജീവിക്കുന്നത്? ജനിച്ചു പോയതുകൊണ്ട് ജീവിക്കുന്നു. പല നിർണായ ഘട്ടങ്ങൾ വരുമ്പോഴും, പ്രത്യേകിച്ച് ദുരന്തങ്ങൾ വരുമ്പോൾ, നമ്മൾ ഒരിക്കലും തിരിഞ്ഞു നോക്കിയിട്ട് ജീവിതത്തെ കുറിച്ചൊന്ന് വിലയിരുത്തും. അതുകൊണ്ട് ജീവിതത്തിൽ ദുരന്തങ്ങളുള്ളവർക്ക് ജീവിതം ആസ്വദിക്കാൻ ഏറെ പറ്റും എന്ന് പണ്ടേതൊരു വളരെ പ്രശസ്തനായ ഒരു മനുഷ്യൻ പറഞ്ഞ ഗവൺമെന്റ്, ആളുടെ പേര് മാറും. ജീവിതത്തിലെ ദുരന്തങ്ങൾ നിങ്ങൾ ഏറ്റവും ഭാഗ്യവാന്മാരാണ്, കാരണം നിങ്ങൾക്ക് ജീവിതത്തെ തിരിഞ്ഞു നോക്കാൻ ഇപ്പോൾ മാത്രമേ സാധിക്കൂ. ഒന്ന് ആലോചിച്ചു നോക്കൂ. അങ്ങനെ ആ സമയത്തൊക്കെ നമ്മൾ ജീവിതത്തിൽ എന്താണ് ജീവിത ലക്ഷ്യമെന്ന് ആലോചിച്ചു. പക്ഷെ എന്നാൽ കുറച്ചും കൂടെ കഴിയുമ്പോൾ, പ്രായോഗികമായി വരുമ്പോൾ, നമ്മൾ കുറെ കൂടെ ദാർശനികന്മാരാവും. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഫിലോസഫിക് എന്ന് പറയും. തത്വശാസ്ത്രങ്ങൾ പറയാൻ തുടങ്ങും. കാരണം അപ്പോഴാണ് ഓർമ്മിക്കാൻ നമ്മൾ ഈ ശരീരം വിട്ടുപോകേണ്ട സമയമാവുന്നു. നമ്മൾ എല്ലാവരെയും വിട്ടുപോകണം എന്ന് പറയുന്ന ഒരു വളരെ വിഷമം പിടിച്ചൊരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ദൈവത്തിലും പ്രപഞ്ച ശക്തിയിലും പ്രപഞ്ചനാഥനിലും ഒക്കെ കൂടുതൽ തുടങ്ങും. എന്നാൽ ഇതൊക്കെ വ്യത്യസ്തമായി ഇപ്പോൾ നിങ്ങൾ ഏത് പ്രായത്തിലും ആവട്ടെ, അവിടെ നിന്ന് ഒരടി പോലും പ്രായം കൂടാതെ ഊർജ്ജസ്വലതയോടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാലത്തോളം ജീവിക്കാവുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറയുന്ന മനോഹരമായ ഒരു പുസ്തകമാണ് ഇക്കിഗായ്. വലിയ വാചാടോപങ്ങളൊന്നുമില്ല, നഗ്ന യാഥാർത്ഥ്യങ്ങളുടെ പുനരാവിഷ്കരണം. അതാണ് ഈ പുസ്തകം. രണ്ടുപേർ ഒരു ജനതയെ കാണാൻ പോകുന്നു ഒക്കിനാവ എന്ന ഒരു പ്രശസ്തമായ ദ്വീപിൽ. അവിടെ 100ഉം 120ഉം വയസ്സുള്ള ചെറുപ്പക്കാരെ കാണുമ്പോൾ, ഞാൻ ആവർത്തിക്കട്ടെ, 100ഉം 120ഉം വയസ്സുള്ള ചെറുപ്പക്കാർ, അവരെ കാണുമ്പോൾ ഈ മനുഷ്യൻ, ഇവർക്ക് മനസ്സിലാകുന്നില്ല ഇത് എന്താണ് ഇവരുടെ കഥ. ഇവർക്ക് ഇത്രയും പ്രായം ഉണ്ടായിട്ടും പേരിന് 120ഉം 115ഉം ഉള്ള ചെറുപ്പക്കാരെ കാണുമ്പോൾ ഇതെന്താണ് ഇതിന്റെ രഹസ്യമെന്ന് അന്വേഷിച്ചിട്ട് ഗാർഷിയും ഈ പറയുന്ന മിർലേസും കൂടെ ഒരുപാട് ആലോചിച്ചു. അങ്ങനെ അവർ ഒരു വാക്ക് കണ്ടുപിടിച്ചു. അവരൊക്കെ ഇത്രയും പ്രായത്തിൽ ഇത്രയും ഊർജ്ജസ്വലമായി ജീവിക്കാൻ കാരണം അവരുടെ ഇക്കിഗായ് ആണ്. അവരുടെ ജീവിതത്തിന്റെ തത്വശാസ്ത്രം, അവരുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ആ ഒരു മന്ത്രമാണ് ഇക്കിഗായ്. അങ്ങനെ ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ 4 അധ്യായങ്ങൾ കഴിഞ്ഞു.
അപ്പോ ജീവിതത്തിൽ പർപ്പസ് വേണം, ലക്ഷ്യം വേണം എന്ന് നമുക്ക് ഒരു വ്യക്തമായ ദർശനം ഉണ്ടാവുന്നു. ഇന്ന് വൈകുന്നേരം സ്കൂളിൽ നേരെ വൈകി മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു 6:30-ക്ക് ശേഷമാണ് ഞാൻ സ്കൂളിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ എനിക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ട്. എനിക്ക് 8 മണിക്ക് ഈ പ്രോഗ്രാം ചെയ്യണം. കൃത്യമായി 8 മണിക്ക് ഈ വേദിയിലെത്താൻ എനിക്ക് സാധിച്ചത് എൻ്റെ ഇക്കിഗൈയിൽ ആ വലിയൊരു തത്വശാസ്ത്രം ഒളിഞ്ഞു കിടപ്പുണ്ട്. എനിക്ക് എൻ്റെ ഇക്കിഗൈ മനസ്സിലായി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കും അത് ഭാവിയിൽ മനസ്സിലാവണം. അതിനാണ് ഈ പുസ്തകത്തെ കുറിച്ചുള്ള ചർച്ച. പൊതുവായി വന്ന പ്രേക്ഷകർക്ക് വേണ്ടി മാത്രം ഞാനൊരു കാര്യം പറയട്ടെ. ഇതൊരു രഹസ്യ കോഡൊന്നുമല്ല. ആർക്കും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന, പ്രാവർത്തികമാക്കാൻ പറ്റുന്ന വളരെ ചെറിയ ഒരു തത്വശാസ്ത്രം. അതാണ് ഇക്കിഗൈ. അങ്ങനെ ഇരിക്കുമ്പോ 2040 മരണമില്ലാത്ത മനുഷ്യൻ വരും എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട് ഇവിടെ. അതിലവരെ പ്രചോദിപ്പിച്ച പുസ്തകത്തിന്റെ പേര് ഡെത്ത് ഓഫ് ഡെത്ത് എന്ന പുസ്തകമാണ്. മരണത്തിന്റെ മരണം. നമുക്കൊക്കെ എത്ര കാലം വരെ ജീവിക്കാൻ, നമുക്ക് തന്നെ സ്വാധീനിക്കാൻ, നമ്മുടെ ഹാക്ക് ചെയ്യാൻ പറ്റുന്ന, ബയോ ഹാക്ക് ചെയ്യാൻ പറ്റുന്ന ലോഞ്ചിവിറ്റിയിലെ പുതിയ കണ്ടുപിടുത്തങ്ങൾ. ഏറെ കൗതുകത്തോടെ അതിൽ ഓരോ ദിവസവും നടക്കുന്ന മാറ്റങ്ങൾ ഇന്റർനെറ്റിലൂടെയും അല്ലാതെയുള്ള സുഹൃത്തുക്കളിലൂടെ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ ഏറെ ആഹ്ലാദവാനാണ്. കാരണം നമ്മളോ ഇങ്ങനെയായി, ഇനി വരുന്ന തലമുറയെങ്കിലും അവർക്ക് തീരുമാനിക്കാമല്ലോ എപ്പോൾ മരിക്കുമെന്ന്. നമ്മളിപ്പോഴും പഠിച്ചു ചെയ്യുന്നത് നമ്മളൊരു നിശ്ചിത സമയം കഴിയുമ്പോൾ മരിക്കുമെന്നാണ്. എന്നാൽ നിങ്ങളൊരു തമാശയായി കാണണ്ട. വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 100 കൊല്ലം മുമ്പേ ഒരാൾ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുച്ഛിച്ചു തള്ളും. അങ്ങനെ ഒരു സാധനം ഉണ്ടാവില്ല എന്ന് പറയും. മനുഷ്യ ചന്ദ്രനിൽ പോകുമെന്ന് പറഞ്ഞ് നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ ഇന്ന് അതൊക്കെ യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ, അപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങളുടെ മരണം എന്ന് പറഞ്ഞാൽ ഒരു സമൂഹം അത് വിശ്വസിക്കുന്നുണ്ട് എന്ന് ദയവേത് വിശ്വസിക്കുക. അതാണ് ലോഞ്ചിവിറ്റി അല്ലെങ്കിൽ ബയോ ഹാക്കിംഗ്. നിങ്ങൾക്ക് ബയോ ഹാക്കിങ്ങിനെ കുറിച്ചുള്ള ആധികാരികമായ പുസ്തകങ്ങൾ ഒട്ടനവധി ഉണ്ടെങ്കിലും ഇക്കിഗായ് അതിനൊരു തുടക്കമാണ്. അതുകൊണ്ടാണ് ഈ വ്യാഴാഴ്ച പരമാവധി സുഹൃത്തുക്കളെ ഈ ക്ലാസ്സിലേക്ക് ക്ഷണിക്കാൻ ഞാൻ പറഞ്ഞത്. കാരണം ആർക്കൊക്കെയാണ് മരിക്കാതിരിക്കണം എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇവിടെ ഇക്കിഗായിയുടെ 5-ാമത്തെ അധ്യായത്തിൽ ഈ ഹെക്ടർ ഗാർഷിയും അതോടൊപ്പം തന്നെ നമ്മുടെ മിറാൽസും കൂടെ ഒരു സെന്റൻസ് പറയുന്നുണ്ട്. അവിടെ വെച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. When we started working on this book, we didn't want to just research the factors that contribute to a long and happy life. നീണ്ടു നിൽക്കുന്ന സന്തോഷം നിറഞ്ഞ ഒരു ജീവിതത്തെ കുറിച്ചുള്ള ഒരു റിസർച്ച് അല്ല ഞങ്ങളുടെ ലക്ഷ്യം. അത് കൂടാതെ അതും തന്നെയാണ്. പക്ഷേ we wanted to hear from the true masters of the art. ഇതൊരു കലയാണ്, ജീവിക്കുന്ന കല, ജീവിത കല, ജീവന കല. ഈ കലയുടെ ഒരു നേർചിത്രങ്ങളിലേക്ക് അവർ ഇന്റർവ്യൂ ചെയ്യുകയാണ് കുറച്ച് ആൾക്കാരെ. ആ ഇന്റർവ്യൂ ആണ് ഈ 5-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. ഒട്ടനവധി പേരെ അവർ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. എല്ലാം ഒന്നും ഇതിൽ എടുത്തിട്ടില്ല. പക്ഷേ അവരെ പറയുന്ന വാക്ക് സൂപ്പർ സെന്റിനേറിയൻസ് എന്നാണ്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ ശതാഭിഷേകം എന്ന് പറയുന്നത് 85 വയസ്സ് കഴിഞ്ഞാൽ നമ്മളങ്ങ് ശതാഭിഷേകനാക്കും. കാരണം ഉറപ്പില്ല ഇയാൾ 100 വയസ്സ് വരെ എത്തുന്നു. പക്ഷെ അവിടെ അങ്ങനെയല്ല. സൂപ്പർ സെന്റിനേഴ്സ് എന്ന് പറഞ്ഞാൽ 100, 115, 120 വയസ്സുള്ള ചെറുപ്പക്കാർ, അവരെയാണ് സൂപ്പർ സെന്റിനേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ, ഒരു 110 വയസ്സൊക്കെ ഉള്ളവര്, അവരെ കുറിച്ചൊക്കെ ഇവരെ ഇന്റർവ്യൂ ചെയ്തപ്പോ ആദ്യത്തെ ആളിലെത്തുന്നു. പേര് മിസാവോ ഒക്കാവ. മിസാവോ ഒക്കാവക്ക് വയസ്സ് എത്രയെന്ന് അറിയാമോ? 117. ഇവർ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്താണ് 117. അവര് ഈ പ്രായമുള്ളവരെ കുറിച്ച് പഠിക്കുന്ന സയൻസിന്റെ പേര് ജെറന്റോളജി എന്നാണ്. അല്ലെങ്കിൽ ജെറിയാട്രിക്സ് എന്നൊരു പുതിയ വാക്ക് നിങ്ങൾ കേൾക്കാം. ഈ ജെറന്റോളജിയിൽ അവിടെ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ട്, ജെറന്റോളറി റിസർച്ച് ഗ്രൂപ്പ്. അവർ 2015 വരെയുള്ള ചില കാര്യങ്ങളൊക്കെ കൂട്ടി വന്നപ്പോ ഓൾഡസ്റ്റ് ലിവിംഗ് പേഴ്സൺ ഇൻ ദ വേൾഡ് വാസ് മിസാവോ ഒക്കാവെ. ഈ പറയുന്ന കക്ഷിയാണ് ഏറ്റവും കൂടുതൽ ജീവിച്ച ആൾ. എത്രയാണ് വയസ്സെന്നറിയാമോ? 117 വയസ്സും 27 ദിവസവും. ആ സമയത്താണ് ഇവർ ഇന്റർവ്യൂ ചെയ്യുന്നത്. ഈ മിസാവോ ഒക്കാവയുടെ അച്ഛൻ ഒരു കച്ചവടക്കാരനായിരുന്നു.
അവർ ജനിച്ചത് 1898-ലാണ്. പഴയ ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, അതിനൊക്കെ കുറച്ച് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ഈ ജീവിതത്തിന്റെ ഈ ഇത്രയും വയസ്സ് വരെ വളരെ സന്തോഷിച്ച് ജീവിക്കാനുള്ള പ്രചോദനം എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോ അവർ പറഞ്ഞ ഉത്തരം എനിക്ക് വലിയ ഇഷ്ടമായി. ഈറ്റ് ആൻഡ് സ്ലീപ് ആൻഡ് യു വിൽ ലിവ് എ ലോങ് ടൈം. യു ഹാവ് ടു ലേൺ ടു റിലാക്സ്. പ്രിയപ്പെട്ടവരെ, ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, റിലാക്സ് ചെയ്യുക. ഇത് പറയുമ്പോൾ നമുക്ക് തോന്നും ഇതല്ലേ നമ്മുടെ ജീവിത ലക്ഷ്യം സാറേ. പക്ഷെ എത്ര പേർക്ക് ഇത് സാധിക്കുന്നുണ്ട്? 30 വയസ്സിൽ തന്നെ പ്രമേഹം വരുമ്പോ എന്ത് തിന്നാൻ? എന്തെങ്കിലും തിന്നാൻ ശ്രമിച്ചാൽ കുടുംബക്കാർ സമ്മതിക്കില്ല. പിന്നെ ഉറക്കമേ ഇല്ലാത്ത കാലം. കേരളത്തിൽ 30% ആൾക്കാർക്ക് ഉറക്കില്ല. ചിലരെ കുറച്ചാളുടെ പ്രശ്നം എപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്, അവരോട്. ഇനി റിലാക്സേഷൻ എന്ന് പറഞ്ഞത് എവിടെ? ടെൻഷൻ, എപ്പോഴും ടെൻഷൻ. ഈ അവസ്ഥയിലാണോ നിങ്ങളെങ്കിൽ നമ്മൾ ഈ പ്രിയപ്പെട്ട നമ്മുടെ 117 കാര്യോട് ചോദിച്ച ഉത്തരത്തിലേക്ക് ഒന്ന് തിരിച്ചു പോവാം. ഉറങ്ങുക, നന്നായി ഭക്ഷണം കഴിക്കുക, റിലാക്സ് ചെയ്യും. വലിയ വിഷമമുള്ള കാര്യമൊന്നുമില്ലല്ലോ. കേൾക്കുമ്പോൾ തന്നെ തോന്നും ഇതൊക്കെ പറയാൻ വളരെ രസമാണ്. പക്ഷെ എവിടെയാണ് നമുക്ക് സമയം കിട്ടുക? ഞാൻ ഏറെ ആലോചിച്ച ഒരു കാര്യമായിരുന്നു ഇതൊക്കെ. പക്ഷെ എനിക്ക് മനസ്സിലായത് പറ്റും എന്നുള്ളതാണ്. 10 മണി, ഞാൻ വളരെ ദീർഘമായി ഉറക്കത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇനി ഞാൻ പറയുന്നില്ല. ഒരു 8 മണിക്കൂർ, 6 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങാൻ ആരുടെയും പെർമിഷൻ ആവശ്യമില്ലല്ലോ. രാത്രി അധികം വൈകാതെ ഒരു 10 മണിക്ക് ഉറങ്ങുക, രാവിലെ 5 മണിക്കെങ്കിലും എഴുന്നേൽക്കുക, വേണ്ടത്ര ഉറക്കമായി. പക്ഷെ 90% ആൾക്കാർക്ക് ഉറക്കം കിടക്കുന്നുണ്ടെന്നല്ലാതെ ഉറക്കം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. കാരണം പ്രോപ്പറായിട്ടുള്ള റെം സ്ലീപ്പും അതിനുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും അല്ലെങ്കിൽ 5 സ്ലീപ്പ് സൈക്കിളും ഒക്കെ നമുക്ക് ലഭിക്കുന്നില്ല. എങ്കിലും നമ്മൾ ഉറക്കത്തിൽ ഒന്ന് ശ്രദ്ധിക്കാം. ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പേ വളരെ റിലാക്സ് ചെയ്യുക. കുടുംബാംഗങ്ങളോട് ചിരിച്ച് വർത്തമാനം പറഞ്ഞ് ഈ മൊബൈൽ ഫോണിൽ നിന്ന് മാറി അത്യാവശ്യം പാട്ടുകൾ കേൾക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ റിലാക്സേഷൻ, അതിലേക്ക് പോവുക. അങ്ങനെ ആ റിലാക്സ് ചെയ്ത് നിങ്ങൾ ഉറക്കത്തിലേക്ക് പോവുക. എങ്കിൽ റിലാക്സായി ഉറക്കം ഉണർന്ന് നിങ്ങൾ എഴുന്നേൽക്കുകയും ചെയ്യും. അന്നത്തെ ദിവസമായി പലരും പറയാൻ സാർ എനിക്ക് എങ്ങനെ ഉറങ്ങാൻ പറ്റും? എനിക്ക് അത്രയും സമ്മർദ്ദങ്ങളാണ്. ഞാൻ ചോദിക്കട്ടെ സുഹൃത്തെ, ഈ സമ്മർദ്ദങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറങ്ങാതിരുന്നോണ്ട് എന്താ കാര്യം? ഒരാൾക്ക് ഒരുപാട് പ്രശ്നമുണ്ട്, അയാൾ ഉറങ്ങാതിരുന്നു, അയാളുടെ പ്രശ്നങ്ങൾ അവസാനിക്കും? ഇല്ല, അത് കൂടി വരും. ഇതാണ് ജപ്പാൻകാർ പഠിപ്പിക്കുന്നത്. ചില കാര്യങ്ങൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിന് 80-20 പ്രിൻസിപ്പിൾ. ഞാൻ ലോ പെരറ്റോസ് അല്ല പറയുന്നത്. നിങ്ങളുടെ കൺട്രോളിലുള്ള കാര്യങ്ങൾ 80%, നിങ്ങളുടെ കൺട്രോളിൽ ഇല്ലാത്ത കാര്യങ്ങൾ 20%. ഇവിടെ യുദ്ധം നമ്മുടെ കൺട്രോളല്ല, ഗ്യാസ് തീരുന്നത് നമ്മുടെ കൺട്രോളിലല്ല. പക്ഷെ എന്താണ് അതിന്റെ മാനേജ്മെന്റ്? അതിലേക്കാണ് നിങ്ങൾ ശ്രദ്ധ തിരിക്കേണ്ടത്. താഴെ വിശദീകരിച്ച് പറഞ്ഞ കാര്യം ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു തരുന്നത് മാത്രം. ഇത് എന്റെ കണ്ടുപിടുത്തൊന്നുമല്ല. ഈറ്റ് എന്ന് പറഞ്ഞാൽ വേറെ പ്രധാന കാര്യം, എന്ത് തിന്നണം? അത് വലിയ ചോദ്യമാണ്. ജപ്പാൻകാരുടെ അല്ലെങ്കിൽ ഒക്കിനാവൻ ദ്വീപുകളുടെ അല്ലെങ്കിൽ ബ്ലൂ സോണിലെ മുഴുവൻ ആൾക്കാരും മത്സ്യം നന്നായി കഴിക്കുന്നവരാണ്. പ്രത്യേകിച്ച് ചൂണ, സാൽമൺ തുടങ്ങിയ, നമ്മുടെ നാട്ടിൽ മത്തി എന്നൊക്കെ പറയും, മത്തിയല്ല ആ ടൈപ്പിലുള്ള ഒമേഗ 3 റിച്ച് ആയിട്ടുള്ള മത്സ്യം കഴിക്കും. നമ്മുടെ നാട്ടിൽ വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ തുടങ്ങിയ ക്ലാസിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. അതിനെ ചില എന്താ പറയാ മതങ്ങള് ഒക്കെയുള്ള ചില ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ചില ആത്മീയത ഒക്കെ പറഞ്ഞ് നമ്മൾ അതിനെ കുറെ പലതരത്തിൽ തന്നെ കാണാറുണ്ട്. പക്ഷേ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളൊരു പറയുകയാണെങ്കിൽ ഒമേഗ 3 നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ സാൽമൺ ഫിഷ് കഴിക്കാം. അവർ നല്ലോണം ഇത് കഴിക്കാറ്. ഇനി അത് പറ്റാത്തവർ, മേ ബി പ്യുവർ വെജിറ്റേറിയൻസിന് ഓപ്ഷൻ ഉണ്ട്, അവർക്ക് ഫ്ലാക്സ് സീഡ് കഴിക്കാം. അതേപോലെ തന്നെ ഒമേഗ 3 ഉള്ള വെജിറ്റബിൾ സപ്ലിമെന്റ്സ് അവൈലബിൾ ആണ്, കഴിച്ചിരിക്കണം.
മറ്റൊന്ന്, നമുക്ക് വൈറ്റമിൻ മിനറൽസ് നമുക്കറിയാം. കാർബോഹൈഡ്രേറ്റ് 350 ഗ്രാംസ് മതി, ഫാറ്റ് കുറച്ച് മതി. വൈറ്റമിൻ മിനറൽ ഉള്ള പച്ചക്കറികളിലേക്ക് നമ്മളൊന്ന് പോകണം. ഇവർ നന്നായി പച്ചക്കറികൾ കഴിക്കും ഈ ജപ്പാൻകാർ. അവരുണ്ടാക്കുന്ന പച്ചക്കറി രണ്ട് ഗുണമാണ്. ഒന്ന്, അവരുടെ ഹെൽത്ത് നന്നാവും. രണ്ടവർ കൃത്രിമമല്ലാത്ത വളങ്ങളൊന്നും ചേർക്കാത്ത കഴിയും. പിന്നെ അവിടെ നാട്ടിൽ അവരുടേതായ കുറെ പാചകങ്ങളൊക്കെ, സുഷി പോലത്തെ സാധനം, ഒരു ആഹാരക്കൂട്ടുകൾ, ടോഫു എന്നൊക്കെ പറയുന്നത്. അപ്പൊ അവരുടെ ആഹാരത്തിൽ അവർ ശ്രദ്ധിക്കുന്നു. മറ്റൊന്ന്, കണ്ടമാന ആഹാരം കഴിക്കുന്നവരല്ല, സ്പേസിങ് എടുക്കുന്നവരാണ്. അതായത് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നവർ. മറിച്ച് രാത്രി 6 മണിക്ക് ശേഷം അവർ ഭക്ഷണം കഴിക്കാറില്ല. ലോകത്തിൽ രാത്രിയിൽ ആഹാരം പിടിക്കുന്ന ജീവികൾ മാത്രമേ പ്രകൃതിയിൽ രാത്രി ആഹാരം കഴിക്കാറുള്ളൂ. മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഹാരം കഴിക്കുന്നത് രാത്രിയാണ്. മത്സരമാണ്. 12 മണിക്ക്, 1 മണിക്ക്, 2 മണിക്കൊക്കെ യാത്രകൾക്കിടയിൽ നമ്മൾ കാണാവുന്നതാണ്. ഹോട്ടലുകളിൽ ശരീരത്തെ ഏറ്റവും ദോഷമുണ്ടാക്കുന്ന ആഹാരം കഴിക്കുന്ന ഒരു സമൂഹം. ഇതൊക്കെ ഒരു തിരിച്ചറിവിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഈറ്റ്, സ്ലീപ് ആൻഡ് ലേൺ ടു റിലാക്സ്. റിലാക്സേഷൻ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഒരുപാട് റിലാക്സേഷൻ ടെക്നിക്സ് ഉണ്ട്. മെഡിറ്റേഷൻ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല സുഹൃത്തുക്കളോട് സംസാരിക്കാം, പാട്ട് കേൾക്കാം, സ്വപ്നങ്ങളെ കുറിച്ച് പറയാം, നല്ല പുസ്തകങ്ങൾ വായിക്കാം, നിങ്ങളിഷ്ടം. ഇനി രണ്ടാമത്തെ ആളിലേക്ക് പോകാം. രണ്ടാമത്തെ ആളുടെ പേര് മേറിയ കാപ്പോവില്ല എന്നാണ്. 116 വയസ്സാണ്. അവരോട് ചോദിച്ചു എന്താണ് രഹസ്യം. അവർ പറഞ്ഞു, ഐ ഹാവ് നെവർ ഈറ്റൺ മീറ്റ് ഇൻ മൈ ലൈഫ്. ഞാൻ എൻ്റെ ലൈഫിൽ ഒരിക്കലും ഇറച്ചി കഴിച്ചിട്ടില്ല. അപ്പൊ ഒരു ചോദ്യം വരും, ഇറച്ചി കഴിക്കുന്നവരെല്ലാം മോശക്കാരാണ്. അവർ അവരുടെ അഭിപ്രായം പറഞ്ഞു തരുന്നു. അതുകൊണ്ട് ഇക്കിഗായ്ക്കിൽ അതിലൊരു പ്രത്യേകിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്നും ഈ ഓതേഴ്സ് പറഞ്ഞിട്ടില്ല. എന്റെ വ്യക്തിഗത അഭിപ്രായത്തിൽ അമിതമായി ഇറച്ചി കഴിക്കുന്നവരോട് നിങ്ങളുടെ ശരീരത്തിന് പോലും വലിയ ഗുണമായി, എസ്പെഷ്യലി റെഡ് മീറ്റ്. ഒന്നിന്ന് കഴിക്കുന്നത് ഇറച്ചിയല്ല, അതിൻ്റെതായ പ്രശ്നങ്ങൾ വേറെ ഉണ്ട്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ മീറ്റ് കഴിക്കാതിരിക്കുന്നവർക്കും ആയുസ്സുണ്ട് എന്ന് മനസ്സിലാക്കാനാണ്. പക്ഷെ അവര് ഫിഷ് കഴിക്കും. കാരണം ജപ്പാനീസിന് ഫിഷ് കഴിക്കാതിരിക്കില്ല, പക്ഷെ അവർ മീറ്റ് ഒഴിവാക്കിയ സ്ത്രീയാണ് എന്ന് വ്യക്തമായി ഇവർ പറയുന്നുണ്ട്. ആര് പറയുന്നു? മേരിയ കാപ്പോവില്ല. 107 വയസ്സിലാണ് ഈ ഇന്റർവ്യൂ ലാസ്റ്റ് അവർ കൊടുത്തത്. അതിൽ പറയുന്നത്, ഐ ആം ഹാപ്പി ആൻഡ് ഐ ഗീവ് താങ്ക്സ് ടു ഗോഡ് ഹു കീപ്സ് മീ ഗോയിങ്. ഐ നെവർ തോട്ട് ഐ വുഡ് ലൈവ്. ഞാൻ ഇങ്ങനെ വിചാരിച്ചിരുന്നില്ല ഇത്രയും കാലം ജീവിക്കും. അത് ദൈവത്തിന് നന്ദി. അതല്ല, അതിന്റെ അർത്ഥം നമ്മളൊരിക്കലും ഞാൻ ഇത്ര വർഷം ജീവിക്കണം എന്നൊരു കണക്കൂട്ടൽ പോകുമ്പോഴാണ് കുഴപ്പം വരുന്നത്. നിങ്ങൾ അതൊന്നും ചിന്തിക്കണ്ട. സിമ്പിൾ ലിവിങ്ങിലൂടെ നിങ്ങൾക്ക് ആ ലെവലിൽ എത്താൻ പറ്റുമെന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട മേരിയ കാപ്പോവില്ല പറയുന്നത്. ഇനി അവരോട് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ അവസാന സെന്റൻസ് ഞാൻ വായിക്കും. വെൻ ആസ്ക്ഡ് അബൌട്ട് ഹർ സീക്രട്ട് ഫോർ ലോഞ്ചിവിറ്റി, ലോഞ്ചിവിറ്റി എന്ന് പറഞ്ഞാൽ ദീർഘമായ ആയുഷ്, ഷീ റെസ്പോണ്ടഡ് സിംപ്ലി, ഐ ഡോണ്ട് നോ വാട്ട് ഇസ് ദ സീക്രട്ട് ടു ലോങ് ലൈഫ്. എനിക്ക് അറിയില്ല രഹസ്യം. The only thing I do is I never eaten meat in my life. I attribute it to that. എന്റെ അഭിപ്രായത്തിൽ അതായിരിക്കാം കാരണം. ഇനി മൂന്നാമത്തെ ആള് ജെനി കാൽമെന്റ്, വയസ്സ് 122. അവർ പറയുന്നത് വളരെ രസകരമായ കാര്യം. അവരുടെ ജീവിതത്തിൽ ഏറ്റവും അവർ പറയുന്ന സീക്രട്ട് എന്താ? ഞാൻ എല്ലാം എവരിത്തിങ് ഈസ് ഫൈൻ എന്ന് പറയുന്നവരാണ്. ഒരു ദുരന്തം വന്നാലും അതൊക്കെ നല്ല മനോഹരമാണ് എന്ന് പറയുന്ന എവരിത്തിങ് ഈസ് ഫൈൻ. എന്റെ ഫിലോസഫിയാണത്, എവരിത്തിങ് ഈസ് ഫൈൻ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ എന്തിലെങ്കിലും അങ്ങനെ പറയാറുണ്ടോ? നിങ്ങൾ പറയാതെ എവരിത്തിങ് ഈസ് നോട്ട് ഫൈൻ എന്നാ ശരിയല്ല. ഞാൻ നിരീക്ഷിക്കുന്ന ഒരാളാണ്. ഒട്ടനവധി ആൾക്കാരോട് ഞാൻ ഇന്ന് എങ്ങനെയുണ്ട്, ഒന്നും ശരിയില്ല. രാവിലെ ചോദിച്ചാൽ എങ്ങനെയുണ്ട് സാറേ എന്ന്, എന്ത് പറയാൻ. അല്ലാതെ ഇന്നെല്ലാം ശരിയാണ് എന്ന് പറയുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടു? ഒന്ന് കാണാൻ ശ്രമിച്ചു നോക്കൂ, കിട്ടില്ല. പകരം നിങ്ങളൊന്ന് ആകാൻ ശ്രമിച്ചു നോക്കൂ, നിങ്ങൾ രക്ഷപ്പെടും. ഇവിടെ എന്താ കുഴപ്പം? ഞാൻ പറഞ്ഞ ദുരന്തങ്ങൾ എക്സ്പീരിയൻസ്, നേട്ടങ്ങൾ എക്സ്പീരിയൻസ്, എവരിതിങ് ഈസ് ഫൈൻ. എവരിതിങ് ഈസ് ഫൈൻ. ഒന്ന് പറഞ്ഞു സ്വയം, എല്ലാം ശുഭം.
ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. എന്താ ആ വാക്കിൽ തന്നെ ചില കാര്യങ്ങൾ ഒളിഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായും പറഞ്ഞിരിക്കുന്നവർ വൺ ഓഫ് ഹെർ സീക്രട്സ് മൈ ഹാവ് ബീൻ ഹെർ സെൻസ് ഓഫ് ഹ്യൂമർ. ഈ എവരിതിങ് ഈസ് ഫൈൻ എന്ന് പറയണമെങ്കിൽ കുറച്ച് തമാശയൊക്കെ ആസ്വദിക്കാൻ പറ്റണം. തമാശയെ കുറിച്ച് പറയുമ്പോൾ മനുഷ്യന് ഏറ്റവും കൂടുതൽ ചിരിക്കാനാണ് ഇഷ്ടം. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ബസ്സിൽ പിടിക്കുന്നത് ചിരിക്കുമ്പോഴാണ്. നമ്മളൊന്ന് പൊട്ടിച്ചിരിക്കുമ്പോൾ നമ്മൾ അടുത്തുള്ള ആൾക്കാരെ നോക്കും, ഇയാൾ എന്ത് വിചാരിക്കും. പ്രിയപ്പെട്ടവരെ, ചിരിക്കുമ്പോൾ കൊച്ചുകുട്ടികളെ പോലെ ചിരിക്കുക, തമാശ ആസ്വദിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ജഗദീഷ് ശ്രീകുമാറിന്റെയും ഒക്കെ സിനിമകൾ അതിന്റെ ക്ലിപ്പിംഗ്സ് കാണുമ്പോൾ നമുക്ക് ചിരിക്കാൻ തോന്നും. ഒരിക്കലും ജഗതിയോട് ചോദിച്ചു, നിങ്ങൾ ഈ സിനിമകളുടെ സീൻ കണ്ട് ചിരിക്കാറോ? അപ്പോൾ ജഗതി പറഞ്ഞ അനുഭവം, കിലുക്കം എന്ന സിനിമ തിരുവനന്തപുരത്ത് തിയേറ്ററിൽ ഓടുന്നു. ജഗതിയുടെ അമ്മ പറയുന്നു, എനിക്ക് ആ സിനിമ ആണ്. അങ്ങനെ ജഗതി ടിക്കറ്റ് എടുക്കുന്നു. ജഗതി ഇരിക്കുന്നു, തൊട്ടടുത്ത് അമ്മ ഇരിക്കുന്നു, വൈഫുണ്ട് പ്രഭ. അതിൽ ഓരോ സീനിലും ജഗതി കുഴിയിൽ വീഴുമ്പോഴൊക്കെ ഈ അമ്മ പൊട്ടിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ജഗതി ചോദിച്ചു, നിങ്ങൾ എന്തൊരു അമ്മയാണ്, നിങ്ങളുടെ മകൻ ഈ വീഴുന്ന കണ്ട് നിങ്ങൾ ഇങ്ങനെ ചിരിച്ചത്? അപ്പൊ പറഞ്ഞു, എന്റെ മകൻ വീഴല്ലല്ലോ ചെയ്യുന്ന കഥാപാത്രമല്ലേ. ഒരിക്കൽ ജഗതിയോട് ചോദിച്ചു, നിങ്ങൾ ആ സിനിമ കണ്ട് ചിരിച്ചിട്ടുണ്ടോ? അന്നേരം ജഗതി പറഞ്ഞത്, ആ ഷോട്ട് എടുക്കുമ്പോൾ എനിക്കത് മനസ്സിലായിരുന്നില്ല, പിന്നീടാണ് അതിന്റെ സിനിമ കാണുമ്പോൾ ഞാൻ ചിരിച്ചത്. അതുകൊണ്ടാണ് ചിരി എപ്പോഴും നമ്മുടെ ഒരു കൂടെ ഉണ്ടാകും. കേരളത്തിന്റെ മലയാള ഭാഷയുടെ ചിരിയുടെ തമ്പുരാൻ എന്ന് പറയുന്നത് M.R. നായർ എന്ന മനുഷ്യൻ. തൂലികാ നാമം സഞ്ജയൻ. അദ്ദേഹത്തിന്റെ സഞ്ജയൻ എന്ന മാസികയുടെ കളക്ഷൻ നിങ്ങൾക്ക് ലൈബ്രറിയിൽ ലഭിക്കും. അതിൽ ചിരിയെക്കുറിച്ചാണ് അത് എഴുതിയിരുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ സ്പോട്ട് ഹ്യൂമർ, അതായത് പെട്ടെന്നുള്ള തമാശ വളരെയധികം നിർണായകമാണ് പുസ്തകത്തിൽ. ഞാൻ പലപ്പോഴും എന്തെങ്കിലും സമ്മർദ്ദങ്ങൾ വരുമ്പോൾ സഞ്ജയന്റെ തമാശകൾ ആലോചിക്കാറുണ്ട്. ഈ ഹ്യൂമർ എവിടെ നിന്നാണ് വരുന്നത്? നമ്മുടെ ഉള്ളിലൊക്കെ ഹ്യൂമർ ഉണ്ട്, പക്ഷേ നമ്മളത് കാണുന്നില്ല എന്ന് മാത്രം. അതുകൊണ്ട് ചിരി ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്ന് നമ്മളെപ്പോഴും പഠിപ്പിച്ചു. ഇന്ന് ലാഫ്റ്റർ തെറാപ്പി തന്നെയുണ്ട്. പക്ഷേ അതൊന്നും നിങ്ങൾ പറയുന്നില്ല. എവരിതിങ് ഈസ് ഫൈൻ എന്ന് പറയണമെങ്കിൽ അതിൽ ഒരു ഹ്യൂമർ ഉണ്ടാവണം, ഒരു ഹ്യൂമർ സെൻസ് ഉണ്ടാവണം. അതാണ് നമ്മുടെ പ്രിയപ്പെട്ട ഈ ജെന്നി കാൽമെറ്റ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇപ്പൊ എന്തെല്ലാം പഠിച്ചു? ആദ്യം നമ്മൾ പറഞ്ഞത് നന്നായി ഉറങ്ങുക, ആവശ്യമായ ഭക്ഷണം കഴിക്കുക, റിലാക്സ് ചെയ്യുക. രണ്ടാമത്തെ ആൾ പറഞ്ഞത് വേണമെങ്കിൽ എടുത്താൽ മതി, മീറ്റ് ഒഴിവാക്കുക. മൂന്നാമത്തത് ഏറ്റവും ഇഷ്ടപ്പെട്ട എവരിതിങ് ഈസ് ഫൈൻ. എന്നിട്ട് ആസ് ഷി സെഡ് ഓൺ ഹർ 120th ബർത്ത്ഡേ, 120ാമത്തെ ബർത്ത്ഡേയിൽ നമ്മുടെ ജെന്നി കാൽമെന്റ് പറഞ്ഞത്, ഐ സീ ബാഡ്ലി, ഐ ഹിയർ ബാഡ്ലി ആൻഡ് ഐ ഫീൽ ബാഡ്, ബട്ട് എവരിതിങ് ഇസ് ഫൈൻ. എന്ത് മോശം സംഭവിച്ചാലും, എന്ത് ദുരന്തം വന്നാലും എവരിതിങ് ഇസ് ഫൈൻ. പറയാൻ എന്ത് എളുപ്പം, പ്രാക്ടീസ് ചെയ്യാൻ അത്രയും എളുപ്പമല്ല. ഒന്ന് ശ്രമിച്ചു. ഇനി അടുത്ത ആളിലേക്ക് പോട്ടെ. വാൾട്ടർ ബ്രൂണിംഗ് എന്ന മനുഷ്യൻ. വാൾട്ടർ ബ്രൂണിംഗ് 114ാമത്തെ വയസ്സിലാണ് മരിച്ചത്. അവരുടെ ഇതെല്ലാം ചേർത്തിട്ടാണ് കേട്ടോ ഇക്കിഗായിൽ പറഞ്ഞിരിക്കുന്നത്. ഇഫ് യു കീപ് യുവർ മൈൻഡ് ആൻഡ് ബോഡി ബിസി, യു വിൽ ബി അറൌണ്ട് എ ലോങ് ടൈം. അവർ പറയുന്ന വാക്കിന് നമുക്ക് ഒറ്റ വാക്കിൽ എഴുതി വെക്കാം, ബിസിനസ്, തിരക്ക്. നമ്മൾ പറയാറില്ലേ, എനിക്ക് ഒരു തിരക്കുമില്ല, സൂക്ഷിക്കുക, ആ മനുഷ്യന്റെ ബന്ധം ഒഴിവാക്കുക. കാരണം അങ്ങനെ ഒരാള് നമുക്ക് വിജയിപ്പിക്കാൻ സാധിക്കും. തിരക്ക് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഏറ്റവും വളരെ അത്യാവശ്യമുള്ള അല്ലെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ട തൊഴിലുകൾ തിരക്കുള്ളവരെ ഏൽപ്പിക്കുക എന്ന് പറയാൻ കാരണം, നമ്മൾ ആലോചിക്കും ഒരു പണിയില്ലാത്ത ആളെ ഏൽപ്പിച്ചാൽ പോലെ, നടക്കില്ല, അവരൊന്നും ചെയ്യും. ഞാനത് പ്രാവർത്തികമാക്കുന്ന ഒരാളാണ്. എനിക്ക് തിരക്ക് ഏറെ ഇഷ്ടമാണ്. ഇന്ന് രാവിലെ 4 മണിക്ക് തുടങ്ങിയ ഒരു യാത്രയാണ്. ഇടയിൽ ക്ലാസ്സുകൾ, ഇടയിൽ ഔദ്യോഗിക പരിപാടികൾ, മീറ്റിങ്ങുകൾ, ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നിങ്ങളോട് സംവദിക്കുമ്പോഴും ഞാൻ തിരക്കിലാണ്. പക്ഷെ എന്നെ തിരക്ക് ബാധിക്കുന്നില്ല. പലപ്പോഴും എന്നെ വിളിച്ചാൽ, സർ തിരക്കിലാണ്, ഞാൻ അല്ല. ആ സമയം ഞാനത് ഉപയോഗിക്കും.
വ്യക്തമായൊരു ടൈം മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ, ടൈം പ്ലാനിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ജീവിതത്തിൽ പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഓർക്കുക, ഒരു തിരക്കുള്ളവരാവുക. നാളെ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? തിരക്കേറിയ കാര്യമാണ്. പലരും പറയും ഈ തിരക്കൊന്ന് അവസാനിച്ച്. അതുകൊണ്ടാണ് തിരക്കേറിയ ജീവിതത്തിൽ നിന്ന് ഔദ്യോഗിക ജീവിതത്തിലൊക്കെ റിട്ടയർ ചെയ്തിട്ട് ഒരു പണിയില്ലാതെ വീട്ടിലിരിക്കുന്നവരോട് ഞാൻ ആദ്യം പറയും, സാർ ഉടനെ ഒരു ജോലി ചെയ്യും, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും. ഇല്ലെങ്കിൽ നിങ്ങൾ വളരെ പെട്ടെന്ന് രോഗബാധിതനാവും. സത്യമാണ്. തുടർച്ചയായ പ്രവർത്തനം ചെയ്ത് ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റും ചെയ്യുമ്പോൾ വലിയ പ്രശ്നം. എൻ്റെ ഒരു ഹെഡ് മാസ്റ്റർ ഉണ്ടായിരുന്നു. എൻ്റെ സ്കൂളിൽ എൻ്റെ ഒരു ഹെഡ് മാസ്റ്റർ, ഞാൻ വളരെ ആക്റ്റീവായ ഹെഡ് മാസ്റ്റർ. അത് റിട്ടയർ ചെയ്ത ശേഷം ഇതിനൊന്നും ചെയ്യാതെ ഈ അടുത്ത കാലത്ത് കണ്ടപ്പോൾ വലിയ പ്രായം തോന്നിക്കുന്ന രോഗമുള്ള ഒരു മനുഷ്യനായി മാറി. ഒരു കാര്യം ഞാൻ ചോദിച്ചപ്പോൾ എന്താ പരിപാടി? ഒരു പരിപാടി വെറുതെ ഇരിക്കണം. ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ പറയുന്നത് തിരക്ക് ഉള്ളവനാവുക, ഒരുപാട് ജോലികൾ ഏറ്റെടുക്കുക, വലിയ വലിയ സ്വപ്നങ്ങൾ കാണുക. ആ സമയത്ത് നിങ്ങൾക്ക് തിരക്ക് ഒരു രസകരമായ അനുഭവം. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഈ പോളിസി നിങ്ങൾ മൈൻഡും ബോഡിയും ബിസി ആക്കുക. ബോഡിയും ബിസി ആക്കണം, മൈൻഡും ബിസി ആക്കണം. പലരും മൈൻഡിനെ ബിസി ആക്കാതെ വിട്ടാൽ അലസ മനസ്സ് ചെകുത്താന്റെ ഇരിപ്പിടം എന്ന് ബൈബിളിൽ പറഞ്ഞ പോലെ നമ്മൾ ആ ചെകുത്താന്റെ ഇരയായി മാറും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, വൈകുന്നേരം വ്യാഴാഴ്ചകൾ നമുക്ക് ഒന്നിച്ചിരിക്കാം, ചർച്ച ചെയ്യാം, സംശയങ്ങൾ ചോദിക്കാം, അവസാനം സുഖമായി കിടന്നുറങ്ങാം. വലിയ ഗൗരവമായ കാര്യം ഇനി ചെയ്യേണ്ട. 9 മണിക്ക് സുഖമായി ഒരു 9:30 കിടന്നുറങ്ങാം. അവിടെ പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് മൈൻഡ് ആൻഡ് ബോഡി ബിസി, യു വിൽ ബി അറൗണ്ട് എ ലോങ് ടൈം. നിങ്ങൾ ഒരുപാട് കാര്യം ചെയ്യും. ചിലപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയെ കുറിച്ച്, മുഖ്യമന്ത്രിയെ കുറിച്ച് ആലോചിക്കാം. അവർക്ക് ഒരുപാട് എത്ര ജോലിയാണ്, പക്ഷെ അവർ സ്റ്റിൽ റിലാക്സ്ഡ് ആണ്. അവർ ആ സമയത്ത് റിലാക്സ്ഡ് ആണെന്നാണ്. അതാണ് അവരുടെ വിജയത്തിന് രഹസ്യം. ഇനി അടുത്താണല്ലേ അലക്സാണ്ടർ ഇമിച്ച് എന്ന് പറയുന്ന മനുഷ്യൻ 111 വയസ്സിലാണ് ഇന്റർവ്യൂ കൊടുക്കുന്നത്. അതേ പറഞ്ഞ രസം തരിക. എന്താണ് നിങ്ങളുടെ ഇക്കിഗായി, നിങ്ങളുടെ ഇത്രയും ആരോഗ്യ രഹസ്യം? ഐ ജസ്റ്റ് ഹാവ് ഡൈഡ് ഇറ്റ്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് ഇപ്പോഴും ഞാൻ മരിച്ചില്ലല്ലോ എന്ന് മാത്രമാണ്. അതായത് ഞാൻ എപ്പോഴും ജീവിക്കുന്നു എന്ന് ഓർത്തുകൊണ്ടിരിക്കുന്നു, അതിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ സംസാരിക്കുന്നതിനിടയിൽ പോലും നമ്മുടെ ഹൃദയം ഒന്ന് നിലച്ചേക്കാം, നമ്മുടെ ശ്വാസകോശം ഒന്ന് നിലച്ചേക്കാം. ലോക പ്രശസ്തരായ ഒട്ടനവധി പേർ ക്ലാസ്സുകൾ എടുക്കുമ്പോഴും പത്രക്കാരുടെ ചോദ്യങ്ങൾ അഭിമുഖീകരിക്കുമ്പോഴും ഒക്കെയാണ് ശരീരം വിട്ടുപോയത്. അതിനൊക്കെ ഫുട്ടേജസ് കാണാൻ പറ്റും. APJയുടെയും പ്രൊഫസർ MN വിജയൻ മാസ്റ്ററുടെയും ഒക്കെ മരണ സമയത്ത് ക്യാമറയുടെ മുമ്പിലായി. അവിടെ നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവും. അപ്പോൾ ഓർക്കുക, നമ്മൾ ഒന്നും വിട്ടുപോകുന്നില്ല. ഐ ഹാവൻറ്റ് ഡൈഡ് യെറ്റ്. ഇനി ഇത് കൂടാതെ ഒരുപാട് ആൾക്കാരെ പേര് പറയാതെ തന്നെ ഒട്ടനവധി ആൾക്കാരെ ഇതിന്റെ രചയിതാക്കൾ കണ്ടുമുട്ടുന്നുണ്ട്, അവിടെ ഇന്റർവ്യൂ രേഖപ്പെടുന്നുണ്ട്. അതൊക്കെ വെച്ചുകൊണ്ടാണ് ഇക്കിഗായിലേക്ക് വരുന്നത്. നിങ്ങൾ ഇതിന്റെ ഗൗരവം ഇപ്പോഴും മനസ്സിലാക്കണം. ഒട്ടനവധി ജർമ്മൻകാരും ഒട്ടനവധി യൂറോപ്യൻസും ഇപ്പോഴും യുക്കിനാവൻ ദ്വീപുകളിൽ പോയി ജീവിക്കുന്നു. അവർക്ക് മാറ്റങ്ങൾ വന്നിട്ടില്ല. കാരണം നമ്മുടെ മെഡിക്കൽ സയൻസ് ഒക്കെ അഡ്വാൻസ് ചെയ്തിട്ടും എന്തുകൊണ്ട് ജർമ്മൻകാരന് 120 വയസ്സ് ജീവിക്കാൻ പറ്റുന്നില്ല? അതാണ് ജർമ്മൻ യൂണിവേഴ്സിറ്റിയിൽ പോയ 2 പേർ പറഞ്ഞത്. അവര് കണ്ടെത്തിയത് ഈ ഇക്കിഗായി അല്ലെങ്കിൽ ഈ ഇവിടുത്തെ ഒക്കിനാവൻ ജനതയുടെ ജീവിതത്തെ നമ്മളൊന്ന് സ്വാംശീകരിക്കുക, ഒന്ന് കോപ്പി അടിക്കുക. അതിനെ ഇപ്പൊ ജർമ്മനി അവരുടെ വിദ്യാഭ്യാസ പദ്ധതിയിൽ കൂടി അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാവരും പറയുന്നത് ഈ പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ ഈ ഉപദേശങ്ങളുടെ മറ്റൊരു വേർഷൻസ് മാത്രമാണ്. എന്നിട്ട് ഇവിടെ പറയുന്ന ഇനിയുള്ളൊരു പോയിന്റ് ആണ് എനിക്ക് തോന്നുന്നത് ഇത് നമ്മൾ ഏറെ ചർച്ച ചെയ്യണം. നെവർ സ്റ്റോപ്പ് ലേണിംഗ്. നെവർ സ്റ്റോപ്പ് ലേണിംഗ്. പഠനം ഒരിക്കലും അവസാനിപ്പിക്കരുത്. എന്നെ ഏറെ എക്സൈറ്റ് ചെയ്തൊരു വാക്യമാണ്. ഇന്നും 1-2 വീഡിയോകൾ കാണുകയും അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കുറിച്ചെടുക്കുകയും ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് രാവിലെയാണ് ഞാൻ ചെയ്യുന്നത്. പുതിയൊരു കാര്യം എനിക്ക് ലഭിച്ചു.
ഓരോ ദിവസവും നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിൽ ന്യൂറോൺസ് ശക്തമാകുന്നു, നിങ്ങളുടെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ശക്തമാകുന്നു, നിങ്ങളുടെ ചിന്തകളുടെ കരുത്ത് വർദ്ധിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ രണ്ട് മനുഷ്യരെടുക്കുക, ഒരാൾ ഒന്നും പഠിക്കുന്നില്ല, മറ്റൊരാൾ എല്ലാം പഠിക്കുന്നു. കൂടുതൽ കാലം ജീവിക്കുന്നതും കൂടുതൽ ഊർജ്ജസ്വലനാവുന്നതും പഠിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരാളാണ്. നമ്മൾ പറയും മടുത്തു, പഠിച്ചു മടുത്തു. ഒരിക്കലും അങ്ങനെ പറയും. എന്ന് വെച്ച് നിങ്ങൾ വലിയ MA പഠിക്കണം, BA പഠിക്കണം എന്നല്ല. നിങ്ങൾ ഇഷ്ടപ്പെട്ട വിഷയത്തിൽ ഒരല്പം പഠിക്കും. അവിടെ ഞാൻ മാതൃകയാക്കുന്നത് യേശുദാസിനെയാണ്. ഒരു ഇന്റർവ്യൂ യേശുദാസ് പറഞ്ഞു, ഇപ്പോഴും രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് ഞാൻ സാധകം ചെയ്യാറുണ്ട്. അയാൾക്ക് യേശുദാസിന്റെ ആവശ്യമില്ല, നമ്മൾക്ക് വേണ്ടി, പക്ഷെ അവർ ചെയ്യുന്നുണ്ട്. ഒരു ഒളിമ്പിക്സ് മത്സരം കഴിഞ്ഞതിന്റെ അടുത്ത ദിവസം മുതൽ ആ മത്സരത്തിൽ പരാജയപ്പെട്ട അത്ലറ്റും വിജയിച്ച അത്ലറ്റും തുടർച്ചയായി അവരുടെ ആ ദിവസമുള്ള ട്രെയിനിങ് ഒഴിവാക്കാറില്ല. കാരണം അവരുടെ തലച്ചോറ് എപ്പോഴും ആക്റ്റീവ് ആവണമെങ്കിൽ ലേണിംഗ് ചെയ്തിട്ട് നെവർ സ്റ്റോപ്പ് ലേണിംഗ്. ചോദ്യം നിങ്ങളോടാ, നിങ്ങൾ ഇപ്പോഴും പഠിക്കുന്നില്ല. ഏതായാലും സന്തോഷമുണ്ട്, ഇല്ലെങ്കിൽ രാത്രി നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു. രാവിലത്തെ ക്ലാസ്സിന് വരുന്നവരുണ്ട്, മിക്കവാറും ആൾക്കാരാകാൻ തോന്നുന്നു. ഈ ക്ലാസ്സിന് വരുന്ന ആദ്യമായി വന്നവരുണ്ടോ? നിങ്ങൾ ഒരു കാര്യമെങ്കിലും ഒരു ദിവസം പഠിക്കുക, നിർത്തരുത്. ഒരാളെ പഠിപ്പിക്കുക, പഠിച്ച കാര്യം ഒരാളെങ്കിലും പഠിപ്പിക്കുക. ഇന്ന് നിങ്ങൾക്ക് അതിന് പറ്റുന്നില്ലേ? നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ പറയുന്നത് റെക്കോർഡ് ചെയ്യുക, എന്നിട്ട് കുറച്ച് സുഹൃത്തുക്കൾ അയച്ചു കൊടുക്കുക. ആരെങ്കിലും കാണും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പാട്ടാണ്. ഇവിടെ പറയുന്നു, യു മേ ഗ്രോ ഓൾഡ് and trembling in your anatomies. You may lie awake at night listening to the disorder of your veins. You may miss your only love. You may see the world about to devastated by evil lunatics, or know your honor trampled in the sewers of baseless minds. അത് പറയുന്നതിന്റെ ചുരുക്കം, നിങ്ങളുടെ അറിവിന്റെ പശ്ചാത്തലത്തിൽ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ മനോഹരമാണ് എന്നാണ്. ഇനി ഒരുപാട് ആൾക്കാരെ വരെ ഈ ഇക്കിഗായിന്റെ ആൾക്കാരെ പഠിച്ചപ്പോ കണ്ടെത്തിയത് ഈ പറയുന്ന ചുരുക്കങ്ങളാണ്. ചുരുക്കം പറഞ്ഞ കാര്യങ്ങളാണ്. ലോഞ്ചിവിറ്റി അല്ലെങ്കിൽ ദീർഘായുസ് ജപ്പാനിൽ ഉണ്ടാവാൻ കാരണം അവരുടെ ആറ്റിറ്റ്യൂഡാണ്, കാഴ്ചപ്പാടാണ്, പെർസെപ്ഷൻ. അത് ഒരു അച്ഛനിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഗ്രാൻഡ് ഫാദറിൽ നിന്ന് അടുത്ത തലമുറ പഠിക്കുന്നു, അവർ അത് ആവർത്തിക്കുന്നു അടുത്ത തലമുറയിലേക്ക്. അതുകൊണ്ടാണ് ഇപ്പോഴും അവിടുത്തെ കുട്ടികൾ ഇതൊക്കെ പ്രാവർത്തികമാക്കുന്നത്. ആയിട്ടില്ല, നിയമങ്ങൾ ഇനിയും പഠിക്കാനുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് ഇത്രയും പഠിച്ചതിൽ നിന്ന് എന്തെങ്കിലും ഒരല്പം നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്നു, അതാണ് ചോദ്യം. അല്ലാതെ പുസ്തകത്തിൽ കിടന്ന അറിവ് നമുക്കൊരു ഗുണവും തരും. ഒരു മാറ്റം, ഒരു ചെറിയ മാറ്റം. നീൽ ആംസ്ട്രോങ് പറഞ്ഞ പോലെ, എ സ്മോൾ സ്റ്റെപ്പ് ഓഫ് എ മാൻ, എ ജയന്റ് ലീപ്പ് ഓഫ് മാൻകൈൻഡ്. ഒരു മനുഷ്യന്റെ ചെറിയ കാലിൽ മാനവികതയുടെ, ഒരു മാനവരാശിയുടെ കുതിച്ചുചാട്ടം എന്ന് മലയാളീകരിച്ച ആ മനോഹരമായ സെന്റൻസ്, നീലിന്റെ വാക്കുകൾ. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരല്പം മാറ്റത്തിന് ശ്രമിക്കും, വലിയ മാറ്റങ്ങൾ നിങ്ങൾക്കൊന്നും നടത്താൻ പറ്റും. ഇവിടെയാണ് ജെയിംസ് ക്ലിയറുടെ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകം പറയുന്നത്. പ്ലീസ് ഗ്രോ 1% every day, 1 year, 365%. ഒക്കിനാവൻ ജനതയെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഈ തത്വശാസ്ത്രങ്ങൾ ആവർത്തിച്ചു കൊണ്ടുവന്നാൽ ഇവിടെയും ആരോഗ്യരംഗം വളരും. നമ്മുടെ നശിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആരോഗ്യം, ആ ആരോഗ്യത്തിന്റെ നാശത്തിൽ നിന്ന് ആരോഗ്യത്തിന്റെ യഥാർത്ഥ അർത്ഥത്തിലേക്കുള്ള തിരിച്ചുവരവിന് നമ്മളെ സഹായിക്കുന്ന കുറേയേറെ അറിവുകളാണ് ഇക്കിഗായി എന്ന പുസ്തകം പറയുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു പുസ്തകം, ഒട്ടേറെ പുസ്തകങ്ങളുണ്ട് ബൈബിളൊക്കെ, അത് ഒട്ടേറെ യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കാം, അല്ലെങ്കിൽ ലീഡർഷിപ്പ് ക്ലാസ്സുകളിൽ ഇക്കിഗായി സംസാരിക്കാൻ പറ്റും.
ആൾക്കാർ അതിന്റെ വെബ്സൈറ്റിൽ പോകുന്നു, പഠിക്കുന്നു, അപ്ലൈ ചെയ്യും. നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ഇനി എത്ര കാലം ജീവിച്ചാലും ഒരു ദിവസം വിട്ടുപോകുമ്പോ നമ്മളിവിടെ സൃഷ്ടിച്ച ആ അത്ഭുത ശക്തി നിങ്ങൾക്കൊരു കാഴ്ച തരുന്നു എന്നിരിക്കട്ടെ. നിങ്ങളുടെ ശവം നിങ്ങൾ സങ്കല്പിക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ടൈം തരുന്നു. എന്നിട്ട് നിങ്ങളുടെ കഴിഞ്ഞ ജീവിതത്തെ കുറിച്ചുള്ള ഒരു ചിത്രീകരണത്തിന് ഒരു വീഡിയോ പ്രസന്റേഷൻ കാണിച്ചു തരും. നിങ്ങൾ തലയ്ക്ക് കൈവരും. ഈ സമയത്ത് ഞാൻ ഇങ്ങനെ ചെയ്യാമായിരുന്നു, പാടില്ലായിരുന്നു. ഇയാളോട് ഇങ്ങനെ പറയാൻ പാടില്ല. ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള ഒരു റിട്രോസ്പെക്റ്റീവ് തിങ്കിങ് നമുക്കുണ്ടാവുന്നത് മരിച്ചതിന് ശേഷം ആവണമെന്നില്ല. ഇവിടുത്തെ ആരോഗ്യമുള്ള ജീവിതത്തിലും ഈ തിരിച്ചുപോക്കുണ്ടാക്കാം. അപ്പോഴാണ് നമുക്ക് നിങ്ങൾ നഷ്ടപ്പെടുത്തിയ മനോഹര മുഹൂർത്തങ്ങൾ, അതിന് ഒരേ ഒരു ഉത്തരവാദി നിങ്ങൾ മാത്രമാണ്. ഭാര്യയോട് അകാരണമായി വഴക്കടിക്കുന്ന ഒരു ഭർത്താവ്, ഓർക്കുക, നശിക്കുന്നത് നിങ്ങളുടെ സന്തോഷ മുഹൂർത്തങ്ങളാണ്. അങ്ങനെ നമ്മൾ നഷ്ടപ്പെടുത്തിയ സന്തോഷ മുഹൂർത്തങ്ങളുടെ കണക്കെടുപ്പാണ് നിങ്ങൾ ചെയ്യേണ്ടത്. വേണ്ടായിരുന്നു എന്ന് പറയുന്ന എത്ര മണിക്കൂറുകൾ, എത്ര വാക്യങ്ങൾ നിങ്ങളിലൂടെ കടന്നുപോയി. ഒരു തിരിച്ചറിവ് നാമാണ്. ഞാൻ ആലോചിക്കാറ്, പലപ്പോഴും വെറുതെ വഴക്കടിച്ച ഭാര്യയോടായാലും സ്റ്റാഫിനോടായാലും കുട്ടികളോടായാലും മക്കളോടായാലും ഇത് തിരിച്ചറിഞ്ഞ ശേഷം എല്ലാം ചിരിച്ചു കാണാൻ സാധിക്കുന്നുള്ളൂ. ഒട്ടനവധി കാര്യങ്ങൾ, എല്ലാം ഞാൻ പറയുന്നില്ല, എനിക്കേറെ സന്തോഷം നൽകി. അതിനെന്നെ സ്വാധീനിച്ചത് ഇക്കിഗായി തന്നെയാണ് എന്ന് പറയാൻ പറ്റും. അപ്പൊ ഈ 5-ാമത്തെ അധ്യായത്തിൽ വളരെ വിശദമായി നമ്മൾ പറഞ്ഞ ഇവരുടെ അനുഭവങ്ങളുടെ സാക്ഷി, അതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി നമുക്കൊരു 5-10 മിനിറ്റ് ഒരു ചർച്ച പോലും ആവാം, സംശയങ്ങൾ ചോദിക്കാം, അനുഭവങ്ങൾ പറയാം. അധികം ആളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ വേദി മനോഹരമാണ്. അപ്പോ നമ്മൾ ഇത്ര ആൾക്കാരെങ്കിലും ഒരു മാറ്റത്തിന് വിധേയമായ എത്ര മനോഹരമാണ്. പല വ്യക്തികളോടും എനിക്കും സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിന്റെ ചില കാലഘട്ടങ്ങളിൽ ഇരുന്ന് അവർ പറയുന്ന തിരിച്ചറിവ്, അപ്പോഴാണ് നമ്മൾ പഴയ ഒരു സിനിമാ ഗാനം ഓർക്കുക, നഷ്ടസ്വർഗങ്ങളെ. ആർക്കാണ് സ്വർഗം നഷ്ടമായത്? അപ്പോഴാണ് നമ്മൾ പറയുന്നത്, ഈ മനോഹര തീരത്ത് തരുമോ ഇനി ഒരു ജന്മം കൂടി. എവിടെയോ നഷ്ടത്തിന്റെ ഒരു കണക്കെടുപ്പ് നടക്കുമ്പോഴാണ് എനിക്ക് മതിയായിട്ടില്ല എന്ന് പറയുന്നത്. ചിത്രം എന്ന മലയാള സിനിമയുടെ അവസാന സീൻ പലതവണ സ്ക്രിപ്റ്റിൽ മാറ്റം വരുത്തി. അതിന്റെ സംവിധായകൻ ഇതെങ്ങനെയാണ് ഈ സിനിമ അവസാനിപ്പിക്കുക? അപ്പോഴാണ് സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു തോന്നലുണ്ടാവും. മോഹൻലാൽ ചോദിക്കുന്ന അവസാന ചോദ്യത്തിൽ, എനിക്ക് ജീവിക്കാൻ കുറച്ചുകൂടി സമയം തരാം. ആ ചോദ്യമാണ് ആ സിനിമയെ ക്ലിക്ക് ചെയ്തത്. ഈ ചോദ്യം ചോദിക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കട്ടെ. എപ്പോഴും സന്തോഷിച്ച് ഇത്തിരി നേരം ഇരിക്കുന്നത് നറുചിരിയാൽ തന്നെ ഇറക്കാമെന്ന് NN കക്കാട് പറഞ്ഞത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ 5-ാം അധ്യായത്തിന്റെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് ചോദ്യങ്ങളിലും ചർച്ചകളിലും പോകാം. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റും മാഷ എല്ലാവർക്കും? യെസ്, നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാം. ഇതൊരു മസിൽ പിടിക്കേണ്ട നിങ്ങളുടെ സ്വതന്ത്ര സംഭാഷണങ്ങളിലേക്ക്. അതിൽ തമാശയുണ്ടാവാം, ചോദ്യങ്ങളുടെ ആകുലതയുണ്ടാവാം, അനുഭവം. കൂടുതൽ പഠനങ്ങളും കൂടുതൽ നിരീക്ഷണങ്ങളും ക്ലാസ്സുകളും ഒക്കെ വരട്ടെ. ഏതായാലും ഇത്രയും സമയം വളരെ ആക്റ്റീവായിട്ട് നമ്മുടെ ക്ലാസ്സിലും ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലും ഒക്കെ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ശുഭരാത്രി. വീണ്ടും നമുക്ക് നാളെ രാവിലെ കാണാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വിട. ഗുഡ് ബൈ. താങ്ക് യു.